മാന്യമഹാജനങ്ങളെ നമസ്കാരം. മാന്യമഹാജനങ്ങളെ യാത്ര നമ്മൾ നിലമ്പൂരിൽ രണ്ടാം ദിനം ആരംഭിക്കുകയാണ്. ഞങ്ങളുള്ളത് വഴിക്കടവാണ്. വഴിക്കടവ് ആനമറി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ചെക്ക് പോസ്റ്റ്, കേരളത്തിന്റെ ചെക്ക് പോസ്റ്റ്. ഇതിനപ്പുറത്ത് കേരളത്തിന്റെ വീടുകളില്ല. അങ്ങോട്ട് കേരളത്തിൽ നിന്നുള്ള, അതായത് നിലമ്പൂർ മണ്ഡലം ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്ര ഇന്ന് തുടങ്ങുകയാണ്. വഴിക്കടവ് അങ്ങാടിയിൽ പോകണം. വഴിക്കടവിലൊരു ഹോട്ടൽ. എങ്ങനെയുണ്ട്? തിരക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മന്ത്രിമാരൊക്കെ ചായ പിടിക്കാൻ വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്, ചായ കുടിക്കാൻ വരുന്നുണ്ട്. കാണുമ്പോൾ ഒരു ഹാപ്പിയാണ്. ഇതൊക്കെ എന്തൊരു മഴയല്ലേ! എത്ര മഴ നമ്മൾ കണ്ടു. ഇനി എത്ര കാണാൻ അതാണ് അതിന്റെ പണി. അതല്ല, മഴ മാത്രമല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. കണ്ടു, ഒരുപാട് കണ്ടു. അല്ലേ? ഇത്ര സ്ട്രോങ് ആയിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എല്ലാവരും ഒരാളാണ് പോകുന്നത്, നിന്നിട്ട് വരിക, ഒന്നാണ് അങ്ങോട്ട് തിരിഞ്ഞ MLA, ഇങ്ങോട്ട് തിരിഞ്ഞ MP അല്ലേ? മറ്റേ മന്ത്രി, മറ്റേ കുന്ത്രിയാറുടെ, അങ്ങനെ ആളന്നെ. ഈ പ്രാവശ്യം എന്തോ ഒരു സ്ട്രോങ് തന്നെയല്ലേ ഈ നിലമ്പൂർ ആദ്യമായിട്ട് ഈ പോളിറ്റി ഗേറ്റ് വരുന്നത് തന്നെ കുറെ കാലത്തിന് ശേഷം. അപ്പൊ പിന്നെ അതിനെല്ലാവരും സ്ട്രോങ് ആവും, ചെറുക്കന്മാരൊക്കെ. നിങ്ങൾ അകത്തൊക്കെ ഇങ്ങോട്ട് പേരിക്കാം. എന്താ സ്ഥിതി? എന്നിട്ട് ഇവിടെ എന്താ രീതി വെച്ചാൽ ഇവിടെ അൻവറാക്ക ജയിക്കാനാണ് സാധ്യത. ഇവിടെ നല്ല പ്രചാരണമാണ്. ഇവിടെ ഇടതും വലതും പല, ഇപ്പോൾ ഇവിടെ ഒരു കുട്ടി മരിച്ചിട്ട് തന്നെ രാഷ്ട്രീയം കളിക്കുകയാണ്. അപ്പോൾ അതെല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. പല തരത്തിലുള്ള ആളുകൾ അവരുടെ ഇതായിട്ടുള്ള അഭിപ്രായങ്ങൾ, കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് നിലമ്പൂരിയായി. എന്തൊക്കെയാ സ്ഥിതി? മഴയാണ്. എങ്ങനെ പോകുന്നു ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ? എല്ലാ പ്രചാരണമൊക്കെ നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഈ ഭാഗത്തെ ഈ വന്യജീവി പ്രശ്നങ്ങൾ, മേലെ ആന ഇറങ്ങുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ പൊതുവെ നിലമ്പൂരിന്റെ സ്ഥലങ്ങളിലുണ്ടല്ലോ, അതായത് പന്നികൾ വരുന്നതിന് അതിനുള്ള വേണ്ട എന്താ ചെയ്യേണ്ടത് പഞ്ചായത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഒരുപാട് പന്നികളൊക്കെ വെടിവെച്ച് കണ്ടപ്പോൾ ഇതാക്കിയിട്ടുണ്ട്. കുറേ കാലത്തിന് ശേഷം ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം വന്നതിൽ ഇവിടുത്തെ വളരെ സന്തോഷം. എന്താ വെച്ചാൽ ഇതുവരെ പാർട്ടീൻ്റെ ചിഹ്നം വന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം അയാൾ തന്നെയാണ് മിക്കവാറും വരാൻ ചാൻസ്. അല്ലെങ്കിൽ സൗഖ്യത്ത്. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ സൗഖ്യത്തിനാണ് ചാൻസ്. ഇങ്ങനെ പോകുന്നു. ഇലക്ഷൻ പ്രചാരണം ഗംഭീരമാണോ? രാഷ്ട്രീയം എല്ലാവരും വരുന്നുണ്ടോ? അവിടെ ഉള്ളിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയരുത്. അത് 19-ാം തീയതി ബൂത്തിൽ. എന്താ ഇപ്പോൾ ഒരു കഥ? ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് 15,000-ൽ പരം ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിച്ചു കയറും. 23 നിങ്ങളൊരു പ്രചരണം ഷൗക്കത്ത് ജയിക്കും. CPM-ന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആക്കണം, കന്മർ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ടൈറ്റ് മത്സരമായിരുന്നു. കൃത്യമായ രാഷ്ട്രീയം പറയുന്നുണ്ട് ആളുകൾ. നിലമ്പൂരിൽ പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. സ്വരാജിന് വേണ്ടി പറയുന്ന ആളുകളുണ്ട്. ഒപ്പം EV അൻവർ ഇത്തവണ ഒരു വലിയ വിജയം നേടും എന്ന് പറയുന്ന ആളുകളെ നമ്മൾ വഴിക്കടവ് കവലയിൽ കണ്ടു. ഒപ്പം ആര്യാടൻ ഷൗക്കത്തിൻ്റെ ജയവും പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട്. പക്ഷേ അവരെല്ലാം അവരുടെ നിലപാട്, അവരുടെ രാഷ്ട്രീയം ഉള്ളിൽ ഒളിപ്പിച്ച് നിൽക്കുകയാണ്. അതിപ്പോഴല്ല, 19-ാം തീയതി അന്നേ പുറത്ത് കാണിക്കൂ, അന്നേ വോട്ടായി രേഖപ്പെടുത്തൂ എന്നാണ് അവർ കൃത്യമായി പറയുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര വഴിക്കടവെന്ന് അടുത്ത സ്ഥലങ്ങളിൽ. മാന്യമഹാജനങ്ങളെ